അതിരാവിലെ 5:10 തിരുവനന്തപുരം മുംബൈ ലോക്മാന്യ തിലക് എക്സ്പ്രസ് 22-114 നമ്പറിലാണ് ഞങ്ങൾ പോകുന്നത്. എങ്ങോട്ടാണെന്നല്ലേ? മാഥേരാൻ കാഴ്ചകൾ കാണാൻ മഹാരാഷ്ട്രയിലേക്ക്. അപ്പോൾ താനെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. കൃത്യം 24 മണിക്കൂർ മിച്ചമുണ്ട് ഇതിനകത്തുള്ള ട്രെയിൻ ജേർണി. ചൊവ്വാഴ്ച രാവിലെ 7:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ താനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടെ നിന്നൊരു ലോക്കൽ ട്രെയിൻ എടുത്ത് വേണം നമ്മൾ നേരാലിലേക്ക് പോകാൻ. നേരാലിൽ നമ്മൾ ഷെയർ ടാക്സി ഫിക്സഡ് റേറ്റാണ് 100 രൂപ ഒരാൾക്ക്. അങ്ങനെ നമ്മൾ ദീർഘദൂര ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ നേരാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ അമാൻ ലോഡ്ജിലേക്കാണ് പോകുന്നത്. അമാൻ ലോഡ്ജിൽ ചെന്നതിന് ശേഷമാണ് നമ്മൾ മാഥേരാനിലേക്ക് വന്നത്. അപ്പോൾ ഞങ്ങളൊരു ഷെയർ ടാക്സി എടുത്ത് എല്ലാവരും പോകണം. 2 വണ്ടിയാണ് എടുത്തത്. ഇതാണ് അമാൻ ലോഡ്ജ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇത് എൻട്രൻസ് ആണ്. എൻട്രൻസിൽ ഒരു 50 രൂപ അടയ്ക്കണം, എന്നാലാണ് ഉള്ളിലേക്ക് വിടുള്ളൂ. ഉള്ളിൽ ചെന്നതിന് ശേഷമാണ് നമുക്ക് ബാക്കി ഉള്ള ട്രെയിനാണെങ്കിൽ ട്രെയിൻ, കുതിര, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നത്. ഇപ്പോൾ നമ്മൾ അമാൻ ലോഡ്ജിലാണ് നിൽക്കുന്നത്, നമ്മുടെ മാഥേരാനിൽ. ഇവിടെ നിന്ന് നമ്മൾ റിക്ഷയ്ക്കുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് ഒന്നെങ്കിൽ ടോയ് ട്രെയിന് പോവാം, അല്ലെങ്കിൽ റിക്ഷയ്ക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് രാവിലെ തിരുവനന്തപുരം മുംബൈ LTT എക്സ്പ്രസ് 22-114 നമ്പറിൽ നമ്മൾ രാവിലെ 5:10 മുംബൈക്ക് തിരിച്ചാണ്. നമ്മൾ താനെ വന്നിറങ്ങി. അവിടെ നിന്ന് നമുക്ക് ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ നേരാൽ വന്നു. നേരാൽ വന്നതിന് ശേഷം നമ്മൾ അവിടുന്ന് ഒരു ഷെയർ ടാക്സി എടുത്തു, ഒരാൾക്ക് 100 രൂപ വെച്ച്. അങ്ങനെ നേരെ നമ്മൾ അമാൻ ലോഡ്ജിൽ വന്നു. അമാൻ ലോഡ്ജിൻ്റെ ഏരിയ ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുത്ത്, ചെറിയൊരു ഫീസുണ്ട്, അതെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ടോയ് ട്രെയിന് അല്ലെങ്കിൽ റിക്ഷയ്ക്ക് നമ്മൾ മാഥേരാൻ ഹിൽസിലേക്ക് പോകണം. അവിടെ വാഹനങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണിത്. ഇതെല്ലാം ഇലക്ട്രിക് ഓട്ടോയാണ്. ഒരാൾക്ക് 35 രൂപയാണ് ഇവിടുന്ന് അമാൻ ലോഡ്ജിൽ നിന്ന് മാഥേരാനിലേക്ക് പോകാനായിട്ട്. അതുപോലെ കുതിര ഉണ്ടോ, നിരച്ച് നിർത്തിയേക്കുവാണ്. ഇഷ്ടംപോലെ കുതിരകളുണ്ട്. ഇപ്പം ഞങ്ങൾ മാഥേരാൻ്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അമാൻ ലോഡ്ജിൻ്റെ തൊട്ടടുത്ത് തന്നെ. ഇത് ഞങ്ങളുടെ കൂടെ വന്ന് നമ്മുടെ ബ്രോസാണ്. ഹലോ ബ്രോ, പേരെന്തൊക്കെയാണ്? അശ്വിൻ, ശരൺ, അഭി. അപ്പോൾ നമ്മൾ 3 പേരുണ്ട്. കുറച്ച് പേര് മുമ്പിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം ഇനിയുള്ള മുമ്പോട്ടുള്ള 2 ദിവസം. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പോൾ ഇവിടെ വന്ന യാത്രയൊക്കെ? എങ്ങനെയുണ്ട്? അതെ, ഇന്ന് മഴയില്ല, അതാണൊരു ചെറിയൊരു പുറയില്. ഹലോ, അമാൻ ലോഡ്ജിലേക്കുള്ള എൻട്രൻസ് ആണിത്. ഇവിടെയാണ് ട്രെയിൻ ടിക്കറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പം സെക്കൻഡ് ക്ലാസ്സിന് 55 രൂപയാണ് ടിക്കറ്റ്. അതോടെ തന്നെ ഫസ്റ്റ് ക്ലാസ്സിന് 95 രൂപയും. ഇപ്പോൾ 12 മണിക്കൊരു ട്രെയിനുണ്ട് മാഥേരാനിലേക്ക്. അപ്പോൾ ആ ടോയ് ട്രെയിന് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ ഇടുക്കിയിൽ നിന്നുള്ള മെർമേൽ ചേട്ടനാണ്. ഹായ് ബ്രോ. ഇപ്പം 3 മാർഗങ്ങളാണ് നമുക്ക് മാഥേരാൻ്റെ ഹിൽ സ്റ്റേഷനിലേക്ക് പോകാനുള്ളത്. ഇപ്പോൾ വണ്ടി പോകുന്ന അത്രയും ദൂരം നമുക്ക് പോകാം. അതിന് ശേഷം നമ്മൾ നടന്നു വേണം ഉള്ളിലോട്ട് പോകാനായിട്ട്. ഒന്നെങ്കിൽ കുതിര എടുക്കുക. ഇപ്പം നമ്മൾ മാഥേരാൻ എൻട്രൻസ് വരെ ഒന്നെങ്കിൽ റിക്ഷ എടുക്കുക, ഒരാൾക്ക് 35 രൂപ എന്ന് പറഞ്ഞില്ല. അതുപോലെ എങ്കിൽ ടോയ് ട്രെയിൻ എടുക്കുക. പിന്നെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, നമുക്ക് നടന്നു പോകാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും ടോയ് ട്രെയിനാണ് ചൂസ് ചെയ്തത് ഇത്തവണ. അപ്പോൾ മുകളിലേക്ക് ടോയ് ട്രെയിന് പോയിട്ട് തിരികെ നടന്നു വരാമെന്നുള്ള ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത്. ടോയ് ട്രെയിനൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ടിക്കറ്റ് എടുക്കാത്തവരൊക്കെ ഇറക്കി കൊടുക്കും കേട്ടോ. അല്ലാതെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന എല്ലാവർക്കും ഇരിക്കാനും പറ്റും. നമ്മുടെ എല്ലാ ടീമുകളിനകത്തുണ്ട്. ഞങ്ങൾ 10 പേരാണ് ഉള്ളത്. കിടുക്കാച്ചി സ്പോട്ട്. നല്ല ലോഡുണ്ട്, നല്ല സ്ലോയിലാണ് പോകുന്നത്.
അത്യാവശ്യം നല്ല കയറ്റം കയറിയാണ് ട്രെയിൻ മുകളിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പീഡ് കുറവാണ്, വലിച്ചാണ് കയറി പോകുന്നത്. ഏകദേശം അരമണിക്കൂറെങ്കിലും എടുക്കും അമാൻ ലോഡ്ജിൽ നിന്ന് മാത്തേരാൻ ഹിൽ സ്റ്റേഷൻ ടോപ്പിലോട്ട് എത്താൻ. അങ്ങനെ നമ്മൾ മാത്തേരാനിൽ വന്ന് ഇറങ്ങി ടോയ് ട്രെയിനിൽ. അപ്പോൾ നമ്മളിവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ റൂമിലേക്ക് പോവാണ്. ഒരു എക്സിറ്റ് അടിക്കുകയാണ് ഇവിടുന്ന്. മഴ ആയതുകൊണ്ട് സൂക്ഷിച്ച് നടക്കണം, അവിടെ നല്ല തെറ്റലുണ്ട്. മാക്സിമം ഈ ക്രോക്സ് പോലെയുള്ള ഈ ഇതുപോലത്തെ ഹോൾസ് ഉള്ള ചെരുപ്പുകൾ കൊണ്ടുവരിക, അത് നല്ലതായിരിക്കും. മഴയുണ്ട്, നല്ല മഴയുണ്ട്. മാക്സിമം ലോഡ് കുറച്ച് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അപ്പം ഞങ്ങളിവിടെ റൂമൊക്കെ എടുത്തു. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. ഇന്നലെ ഫുള്ള് ട്രെയിനിലായിരുന്നു. ഇനി കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഓരോ സ്പോട്ടിലേക്കൊരു 3 മണിയാകുമ്പോൾ ഇറങ്ങാമെന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും റെസ്റ്റൊക്കെ എടുത്തിട്ട് തിരിച്ചു വരാം.